ഗൈസ്, അപ്പം നമ്മളുടെ പുതിയ ചാനലിലെ ടെക് വിത്ത് ട്രാവൽ വിത്ത് ബേ എന്നുള്ള ചാനലിലെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇതാക്കണം, മെട്രോയുടെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ട്. അപ്പോൾ അത് അവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം അല്ലേ. സിയാം പാരഗൺ മോളാണ് ഇത്, കണ്ടില്ലേ? സംഭവം മോളാണ് കണ്ടത്, നല്ല അടിപൊളി ഒരു മോള്. പക്ഷേ ഈ മോളിൻ്റെ അവിടെ നല്ലൊരു അടിപൊളി പ്ലേസ് ഉണ്ട്. അപ്പം അത് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അതൊന്ന് വീഡിയോ എടുക്കാം. സോ സംഭവം ഭയങ്കര കൂൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര ക്യൂട്ട് സാധനമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് ഇനി കാർഡ് കൂടെ കൊടുക്കാം. യെസ് ഗൈസ്, അങ്ങോട്ട് പോയൊരു മോള്, അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയ മോള്, ഇങ്ങോട്ട് സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മോള്. രണ്ടും മെട്രോന്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാ. ഞങ്ങളാണിന്ന് ബാഗും ക്യാമറയും ഒന്നും എടുത്തില്ല, ഞങ്ങൾ അല്ലാണ്ട് തെറ്റിത്തേരി ഇറങ്ങിയതാ. ഗൈസ്, ഇവളാണെങ്കിൽ പച്ച നല്ല ചോപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്, കണ്ണ് കുത്തുന്ന കളർ ഇട്ടിട്ടാണ് ഇറങ്ങിയത് കോപ്പ്. ഗൈസ്, സംഭവം ഞങ്ങൾ ഈ മുകളിലെത്തി. പക്ഷെ ഇതിന്റെ പുറത്തേക്കുള്ള വഴി കാണില്ല, ഇതിന്റെ പുറത്താണ് നമ്മൾ പറഞ്ഞ സാധനം. എങ്ങനെ നടക്കുമ്പോ സെയിം ബാഗ് എന്റെ കളർ, എന്റെ മോനെ. ഈ മോളിന്റെ ഉള്ളിൽ നിന്ന് ഒരു രക്ഷപ്പെടലില്ല ഗൈസ്, കേറി കുടുങ്ങിപ്പോയി. എവിടെ നമ്മൾ പെട്ടുപോണ സ്ഥലമുണ്ട്. ഏത്? സൂപ്പർ മാർക്കറ്റ്. ഓ മൈ ഗോഡ്, ഇത് നടപടിയാവില്ല കേട്ടോ ഗൈസ്. ഹെൽപ്പ് പ്രാർത്ഥിക്കുക, എന്നെ അടുത്ത ജന്മത്തിൽ പൈസക്കാര്. എന്തൊരു അച്ചോടാ, ഇങ്ങനെ പലതും നമ്മൾ കാണും. ഇത് വഴി തെറ്റിപ്പോ അവര് പറഞ്ഞ എക്സിറ്റ് നമ്പർ 4 അപ്പൊ 4 തപ്പിയാണ് നമ്മൾ നടക്കുന്നത്. ഇത് കണ്ടാ വാങ്ങി പോകുന്ന രീതിയിലാണ് ഗൈസ് ഇവിടെ വെക്കുക. നമ്മളെ ഭാഗത്ത് തെറ്റില്ല അൽഫി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇതാക്കണപ്പോ അതിലെങ്ങനെ വന്ന് മുകളിലേക്ക് മുകളിലത്തെ ടോപ്പ് നിലയിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടാ. ഇതും ട്രെയിനാണ്. ഇത് ഇവിടെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നമ്മൾ നേരത്തെ മോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ അതിലെങ്ങനെ വന്ന് ഇപ്പൊ പുതിയ എക്സിറ്റ്. മഴ പൊടിഞ്ഞു തുടങ്ങിയടാ. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇതാണ് സംഭവം. ബേബി വഴുക്കുണ്ടിട്ടാ. ഓക്കെ, അച്ചടാ എന്ത് ക്യൂട്ടായിരുന്നു അല്ലേ. ഷേ, ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു വന്നായിരുന്നടാ. ഓ മൈ ഗോഡ്, സോ ക്യൂട്ട്. ബേബി, നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇത് പോപ്പ് മാർട്ടുള്ള സംഭവം കേട്ടോ. മഴ പെയ്ത് കുളിച്ച്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച മാതിരില്ല. ഇത് ഉള്ളിൽ ചെറുതാട്ടോ, പുറത്ത് കാണുന്ന ആ ഒരു സംഭവം തന്നെ ഉള്ളൂ. ഇതിന് മുമ്പ് ഞാനൊരു മുകളിൽ പോയപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് വേറെ ലെവലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതും അതേമാതിരിയാണ്. പക്ഷെ ഇതിൽ പുറത്ത് മാത്രമാണ് ഇവരിത് മൊത്തം സെറ്റാക്കിയത്, ഉള്ളിലില്ല. പോയി ഇത്ര എഫേർട്ട് എടുത്ത് വന്നിട്ട് കിട്ടില്ല. വാവ്, ഞങ്ങൾ വീണ്ടും മുകളിൽ കയറിയിട്ടാ. സ്നോ ഡിസംബറിൽ സ്നോ. എനിക്ക് തന്നെ എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെ തോന്നടാ. കൊള്ളട്ടെ, ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ. ഞങ്ങളിപ്പോൾ ആ മെട്രോന്റെ ഉള്ളിൽ കൂടെ തന്നെ വേറെ മോളിലേക്ക് പോകാം. 2 മോളിലേക്ക് കൂടി കണക്ട് ചെയ്ത് ഒറ്റ മെട്രോ ആണ് കേസ്. അപ്പോൾ സിമ്പിളാണ്, മഴ ഉണ്ട്, ഉള്ളിൽ കൂടെ തന്നെ പോകും. അങ്ങോട്ടേക്കാണ് കേസ് നമ്മൾ പോകുന്നത്, സെൻട്രൽ വേൾഡ്. ഇതെന്റെ പ്രശ്നം. നമ്മളിപ്പോൾ സെൻട്രൽ വേൾഡിലെത്തി. ഇവിടെ എത്തിയിട്ട് അവൾക്ക് സങ്കടമാണ്. എന്താണ് എന്താ പ്രശ്നം? പറയാം. സ്റ്റീവ് മാഡൻ എന്ന് പറഞ്ഞ മറ്റേ സ്കൂബിഡേന്റെ സാധനമാണോ? പിന്നെന്താ? സ്റ്റീവ് മാഡൻ എൻ്റെ ഒരു ബ്രാൻഡാണ് ബാഗിന്റെ. ഞാൻ ആ ബ്രാൻഡിന്റെ ബാഗ് മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കും ഗൈസ്. ഒരു തൃപ്തി ഇല്ലാത്തൊരു പെണ്ണ്. അപ്പോൾ നമ്മളെ ആനിവേഴ്സറി എന്ന് വരുന്നത് ഈ 24-ന്. നമ്മൾ കല്യാണം കഴിച്ചിട്ട് 1 വർഷം ആവാനായി. അപ്പം ഇവൾക്ക് ഗിഫ്റ്റ് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവള് പറഞ്ഞ സ്റ്റീവ് മാഡൻ്റെ ബാഗ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നോക്കാം, ഇവിടെ ഏതെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി വെക്കും. ഗൂച്ചിയും പ്രാഡന്റെ നമുക്ക് വേണ്ട, നമുക്ക് അൽഫിക്കുള്ള ബാഗ്. അത് ഗൂച്ചിയും പ്രാഡന്റെ നമുക്ക് വേണ്ട, മനസ്സിലായി? നമ്മൾ നോക്കാം. നല്ല ക്യൂട്ട് സാധനങ്ങൾ വാങ്ങി നമ്മളത് വാങ്ങിയിട്ട് ഒരു ദിവസം അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കും. ഒരു ദിവസമല്ല, 24-ാം തീയതി. ഒരു സ്ഥലം അങ്ങ് കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയിരിക്കല്ലേ. ഞാൻ ഇതിങ്ങനെ പോകുമ്പോൾ കണ്ടോട്ടെ കേസ് ഈ വാച്ച്. ലുക്ക് അറ്റ് ദിസ് കേസ്, എന്ത് ഭംഗി നോക്കി കാണാൻ. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഓൺലി 50 പീസസേ ഉള്ളൂ കേട്ടോ, ലിമിറ്റഡ് എഡിഷനാണ്. വേറെ ലുക്ക് സാധനം. ഇത് 25 പീസേ ഉള്ളൂ, പക്ഷെ ഇത് കാണാൻ അത്ര ഒരു ഭംഗിയില്ല കേട്ടോ. മറ്റേതോ അത് സീൻസ് ആണല്ലേ. അതിൻ്റെ തന്നെ അതിൻ്റെ ഇതാക്കണം വേറൊരു വേഷം തരണം, ബ്ലാക്ക്. പക്ഷെ എനിക്ക് ആ റെഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട്. 3 ലക്ഷം? ഈ കിഡിങ് മീ? You mean 3 lakh? 3 ലക്ഷം ബാത്ത്, അതായത് നമ്മുടെ അവിടെ വരുമ്പോൾ 7 lakh. 7 lakh?
വെറുതെ ഒരു മെനല്ലാത്ത കാണാന്. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് കേസ്. ഒരു മെനല്ലേ കാണാൻ, ഒരു രസല്ലേ വാച്ച് നോക്ക്. കാണാൻ ക്യൂട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, കൊള്ളാം. പിന്നെ ഒരു ഇതാക്കണ മോതിരത്തിന്റെ ഒരു വാച്ച് ഉണ്ട് ഇവിടെ. 4,48,900 baht. അതായത് നമ്മളവിടെ ഏകദേശം 8 ലക്ഷത്തി സംതിങ് 10 ലക്ഷം 9 to 10 ലക്ഷം രൂപേൻ്റെ വാച്ചായിട്ട് നിങ്ങൾ കാണുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്. ഇതും എനിക്ക് തോന്നുന്നു ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ല, ബട്ട് ഇറ്റ്സ് കോസ്റ്റ് വേ മോർ, ടു എക്സ്പെൻസീവ്. എന്തായാലും ഒരു ദിവസം ഇങ്ങനത്തെ വാങ്ങണം ഗൈസ്. അവള് വേറെ ഏതോ വാച്ച് ഉണ്ട്. ഓ മൈ ഗോഡ് അൽഫി, ഇങ്ങനത്തെ വാച്ചൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസ ആണല്ലേ. നീ എന്നോട് എന്റെ ഒരു 50,000 രൂപയുടെ സാധനങ്ങൾ ഞാൻ പറയുമ്പോ നിനക്ക് എന്താ? പക്ഷെ അതൊരു ബാഗാണ്, ഇതൊരു വാച്ച്. ഒരു വാച്ച് 10 ലക്ഷത്തിന് വാച്ച് ഇഷ്ടപ്പെടും. ബ്യൂട്ടിഫുൾ ഒക്കെയാണ്, പക്ഷേ ഡബിൾ സ്റ്റാൻഡ് കാണിക്കരുത്. എന്തെങ്കിലും ഒരു ദിവസം പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു വാച്ച് ഞാൻ മേടിച്ചു. അൽഫി എനിക്ക് ഇങ്ങനത്തെ വാച്ച് കണ്ടിട്ട് എനിക്ക് പണിയെടുക്കാൻ തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പണിയെടുക്കാൻ മോട്ടിവേഷൻ ഉണ്ട്. പൈസ ഉണ്ടാക്കാൻ തോന്നുന്നു സ്കോപ്പ്. ബേബി പറഞ്ഞു നാക്കെടുത്ത് പോത്ത് അവളുടെ ചൂട്ടാസ്. അച്ചടാ എനിക്ക് കാതിൽ തൂക്കാനുള്ളതുള്ളൂ. ഫൈനലി അവളുടെ സ്ഥലം കണ്ടുപിടിച്ച് സ്റ്റീമയുടെ. എന്റെ കുട്ടി എന്ത് നോക്കിയാലും അത് ഇവിടെ ഉണ്ടാവില്ലല്ലേ. ഈ ബാഗ് മതിയോ? ഇതുവരെ സെഫോറ കണ്ടു. എൻ്റെ ലൈഫിൽ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ സെഫോറയിൽ കയറിയിട്ടില്ല. കഴിഞ്ഞ തവണ ബാങ്കോക്കിൽ വന്നപ്പോഴും കയറിയില്ല. കുറെ തപ്പിയെടുത്തു. ഇത്തവണ അറിയാണ്ട് സെഫോറ എൻ്റെ കൺമുന്നിൽ വന്നു. സെഫോറ എന്ത് ബ്രാൻഡാ? സെഫോറ എല്ലാ ബ്രാൻഡ് നമുക്ക് നൈക്കില്ലേ, എല്ലാ ബ്രാൻഡിന്റെയും മേക്കപ്പ് ഇടല അതുപോലത്തെ ബ്രാൻഡാണ് സെഫോറ. സെഫോറയിൽ നിന്നും ബ്ലീഡിങ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുന്ന അൽഫി. ഓ ദാറ്റ്സ് ടു മച്ച്. അത് ഓവറാടാ, അത് ഭയങ്കര ഓവർ റെഡ്. കറക്റ്റ് എക്സാക്ട്ലി മാച്ചിങ് ടു ദിസ് ഡ്രസ്. ഗൈസ് ഇവിടെ ഒരു പരിപാടി ഉണ്ട് കണ്ടോ, തായ് മക്കൾ പരിപാടി, ഫുൾ ഗേൾസിന്റെ പരിപാടി കേട്ടോ. ഇത് മൊത്തം മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം തോന്നുന്നു. അൽഫി അറിയാം ഇത് മറ്റേ റോബോട്ടിക് ഹാൻഡ്, മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്തോ ഒരു മീറ്റപ്പ് ആയിട്ടോ. കണ്ടില്ല അവിടെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. മേബി നമുക്ക് നമ്മളെ ചാനൽ കാണിച്ചെടുത്ത് കയറിയാലോ? ഐഡിയ ഉള്ളട്ടോ. ഇത് മറ്റേ റോബോട്ടിക് ഹാൻഡ്, മറ്റേ ക്യാമറ ഒക്കെ വെച്ചിട്ട് കണ്ടില്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പോയിട്ട് ഐ ആം എ ഡൂഡ് ഫ്രം ഇന്ത്യ, കേരള. ഓ ബാക്ക് കേട്ടോ. ചിലപ്പോ ഇവരെക്കാട്ടിലൊക്കെ ഫോളോവേഴ്സ് നമുക്ക് ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിയിട്ട് ട്രിപ്പ് പോകണടാ. കണ്ട മുകളിൽ കടക്ക, ഒരു സെറ്റപ്പ് വണ്ടി. നമ്മുടെ നാട്ടിൽ ഇതില്ല. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് നമ്മൾ ട്രിപ്പ് പോകണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ പോയി കഴിഞ്ഞല്ലോ അവിടെ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് എന്താ ഇവിടെ ആവശ്യമില്ലാത്ത എന്തോ ചെയ്യുന്നത്, എന്തെന്നാ കാണാൻ പറ്റാത്തത് ഞങ്ങൾ കണ്ടു. നിങ്ങൾ ഒരു ആണും പെണ്ണും ചേർന്നിരുന്ന കാണാൻ പറ്റാത്ത കണ്ടു. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടു. അങ്ങനെ പറഞ്ഞ ആൾക്കാര് അതാണ് നമ്മുടെ. എനിക്ക് വെള്ളം വേണം, വെള്ളം മേടിച്ചു. ആക്ച്വൽ സെൻട്രൽ വേൾഡിന്റെ ഫ്രണ്ട് ഇതായിരുന്നിട്ടാ നമ്മൾ ഇപ്പോഴാണ് കണ്ടത്. എങ്ങണ്ട് എന്ത് ഭംഗിയാ ഇവിടെ നോക്കണ. ഇവിടെ ഫ്രണ്ടില് ഇവര് ഇതെന്ത് സിറ്റി അത്? എന്റെ അമ്മേ, ഇതിലെങ്ങനെ നമ്മൾ നടന്നിട്ട് നമ്മളിവിടെ ഇത് വേറൊരു മാർക്കം. ഇവിടെ എല്ലാ മുക്കിലും കറക്റ്റ് ടൈമില് നോക്ക് ബ്രോ. എന്റെ അമ്മ, തിയേറ്ററിനും കാറ്റും വലിയ സ്ക്രീനാട്ടോ അൽഫി. ഇവിടെ ഭയങ്കര ഹാപ്പനിങ് ആട്ടോ അല്ലേ അൽഫി? ഭയങ്കര ഹാപ്പനിങ്. എന്റെ അമ്മ, സീൻ സ്ഥലം ചുറ്റിയൊന്നും നമ്മ ചുറ്റി കാണാം. എല്ലായിടത്തും വലിയ ബിൽഡിങ്, വലിയ സാധനങ്ങളായിട്ട് കണ്ട. എന്ത് ഭംഗിയാറില്ലേ? ഭയങ്കര ക്യൂട്ട് സ്ഥലമാട്ടോ. കണ്ടില്ലേ എന്തോരം ക്യൂട്ട് സാധനങ്ങളാണല്ലോ. നോക്കിയാ മൊത്തം ക്യൂട്ട്. എനിക്കൊന്ന് ക്രിസ്മസിന്റെ ഇതാന്ന്. ക്രിസ്മസ് സംബന്ധിച്ച് ചെയ്യുന്നതാണ്. ആടാ
അച്ചോടാ അതിനൊക്കെ നോക്ക്. ഓ ക്രിസ്മസ് ട്രീ ബ്രോ. എൻ്റെ മോനെ ഇത് ഇവിടെ വന്നത് വേർത്തായി, ഒന്നും പറയല്ല. ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങള് ഇത് സ്നോ സ്നോ അൽഫി. ഓ ടേക്ക് ടോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പാട്ടാ. ആൾക്കാർ ഫോട്ടോ എടുത്ത് നോക്കിയാ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് മീ. ഭയങ്കര ക്യൂട്ട്. നമ്മളുടെ തീം അടിപൊളിയാണ്. ചോപ്പും ഇതും ആയതുകൊണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അമ്മോ ഒരു രക്ഷയില്ല അല്ലേ, ഒരു രക്ഷയില്ല. വൈബ്. നമ്മളും കുട്ടികളായിപ്പോയി. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ ആൾക്കാരാണ് കേസുള്ളത്. അതെ അതെ അതെ. ഇത് ഏതാടി ലോകം? ഇത് ഏതാ ലോകം? ഈ ഏരിയ ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ്. സെൻട്രൽ ബാങ്കോക്ക് വരാണെങ്കിൽ യു ഹാവ് ടു വിസിറ്റ് ഗൈസ്. ഓ മൈ ഗോഡ്, വേറെ ഏതോ ലോകം ഗൈസ്. എൻ്റെ അമ്മേ, ഈ ഒരു ക്ലൈമറ്റും കൂടി ആയണ്ടേ വേറെ തന്നെ ഒരു ലെവല്. നിങ്ങൾ സിറ്റി അല്ല ഈ പ്ലേസിനോട് ടാറ്റ ബൈ ബൈ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനെ ഇത് ബ്ലോഗ് ആവും നമ്മൾ വിചാരിച്ചിരുന്നില്ല അല്ലേ, പക്ഷെ വ്ളോഗായി. സോ ലവ് യു ഓൾ ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, സബ്സ്ക്രൈബ്.